ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചെടുക്കുന്നതാണ്. നടന്നാൽ മതിയായിരുന്നു. അപ്പം എന്താ പറയുക, എന്നും ഞാൻ വിചാരിക്കട്ടോ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷേ മടി കാരണമായിട്ട് നടക്കൂല. മടി മീൻസ് ചിലപ്പം എന്താ പറയുക, ഫുഡ് പെട്ടെന്ന് ഇരുന്നിക്കിട്ടൊക്കെ കയറി ഉണ്ടാക്കാം. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ചെറുക്കൻ്റെ കൂടെ അങ്ങനെ വേറെ എന്തെങ്കിലും പണിയൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ പിന്നെ ചിലപ്പോൾ നമുക്ക് ഫോൺ എടുക്കാനൊന്നും തോന്നില്ല. അപ്പോൾ ഗൈസ് എന്താ എൻ്റെ ഇവിടെ ആയിട്ട് ഇവിടെ കണ്ടോ, അവിടെ കാണുന്നുണ്ടോ, ഇവിടെ ആയിട്ടൊരു വലിയ കുരുണ്ട് കേട്ടോ. ഉള്ളിലേക്കാണ് എന്താണെന്നൊന്നും അറിയില്ല. അതുണ്ടായ കാരണം അധികം അങ്ങോട്ട് ഫുഡ് കഴിക്കുമ്പോഴൊന്നും ഇത്രേ ഓപ്പൺ ആവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ വെയ്ക്കണില്ല, ഭയങ്കര വേദന. ഈ ഒരു സൈഡ് മൊത്തം അങ്ങനെ വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ സംസാരത്തിലും അത് തോന്നിയേക്കാം, അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ എന്താ പറയുക, പറഞ്ഞത് രാവിലത്തെ ഫുഡും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് ഫുഡ് ഉണ്ടാകല കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കണം. വേറെ പ്രത്യേകിച്ച് പണികളുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ക്ലീനിങ് ഉണ്ട്, അതേപോലെ ഫുഡ് ഉണ്ടാക്കൽ തീരുമാനിച്ചിട്ടില്ല. കാരണം എല്ലാ ഫുഡും ഉണ്ട്, ഉച്ചവരെ ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. രാത്രി എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഉണ്ടാക്കും, ഓരോ മനസ്സിനോരോ ഇതല്ലേ. അപ്പോൾ അങ്ങനെ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാമല്ലേ. അപ്പോൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നുകൂടെ കിടന്ന് എണീക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എളുപ്പമായി. എന്താ പറയുക, കടിയൊക്കെ ആയിട്ടുണ്ടല്ലോ, നമ്മൾ ചെന്നിരുന്നാൽ മതിയല്ലോ. അങ്ങനത്തെ ചെറുക്കന് അതേ പുട്ടും അതേപോലെ അവന് കറി അങ്ങനെ അധികം ഇഷ്ടമല്ല, എന്നാലും കടല കഴിക്കൂട്ടോ. കറിയത്തെ അങ്ങനെ അവൻ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതേ ഞാനും ഇരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. കാരണം എന്താ പറയുക, ചായ കുടി കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അവൻ ഒറ്റക്കാണെങ്കിലും എന്താ പറയുക, കുറേ നേരം കളിക്കൂട്ടോ. അങ്ങനെ ചില നേരത്തൊരു മടുപ്പാണ്. അപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കും. പിന്നെ അത് നമുക്ക് പ്രശ്നമല്ലല്ലോ, നമ്മൾ തന്നെയല്ലേ നോക്കട്ടെ, പിന്നെ ആരും നോക്കല്ലേ. അപ്പോൾ ഓക്കെ. എന്താ പറയുക, നമ്മൾ പിന്നെ ആദ്യം റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, എനിക്ക് ആദ്യം ഇതൊക്കെ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു മനുഷ്യൻ കയറി വന്നാൽ ആരെങ്കിലും ആരെന്നൊന്നും പറയില്ല, ആരെങ്കിലുമൊക്കെ ഒന്ന് വന്നാൽ നമുക്ക് ആദ്യം നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് വരുന്ന നമ്മൾ ഈ റൂമൊക്കെ അല്ലേ കാണുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ ആകെ മോശമായി കിടന്ന് അതൊരു ഇതല്ലേ. അപ്പോൾ പിന്നെ ആദ്യമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ ഓരോ ഭാഗം അടിച്ചോരിയൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ അറിയാം, ഞാൻ ഒരു പണി കഴിഞ്ഞിട്ടല്ല ഒരു പണി എടുക്കുക, ഒരു പണീൻ്റെ ഇടയിൽ കൂടിയാണ് മറ്റു പണി എടുക്കുക. അതാണ് എനിക്ക് ഏറ്റവും പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു പൊട്ടത്തരം. അത്രേ പറയാറുള്ളൂ കേട്ടോ. സാധാരണ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളൊരു പണി കഴിഞ്ഞിട്ട് അടുത്ത പണി എടുക്കാൻ പറ്റുള്ളൂ, എന്നാലേ പെട്ടെന്ന് കഴിയുള്ളൂ കേട്ടോ. പക്ഷെ എനിക്കിത് ശീലമായിപ്പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ എന്നാലും എൻ്റെ പണി പെട്ടെന്ന് കഴിയൂട്ടോ. ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ ഇൻഷാ അല്ലാഹ് കുളിച്ച് കഴിയും കേട്ടോ. പിന്നെ എന്താ പറയുക, ഫുഡ് കഴിക്കലും ഉറക്കവും അതേപോലെ വൈകുന്നേരം എണീക്കലും ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ വേറെ പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ചെറുക്കൻ്റെ പിന്നാലെ ഇറക്കണം തന്നെ വലിയൊരു പണിയാണ്. പിന്നെ നമ്മളിതേ മാങ്ങ സീസൺ ആയതുകൊണ്ട് എൻ്റെ കുറേ മാങ്ങ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, എല്ലാ ദിവസവും ഇങ്ങനെ ജ്യൂസ് അടിച്ച് വെക്കും. അതാകുമ്പോൾ എന്താ പറയുക, സുഖമാണ്. നമ്മൾ എവിടേക്കെങ്കിലും എങ്കിൽ അങ്ങാടിക്കോ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോയി വന്നാൽ ഒന്നും പോട്ടെ, കാക്കു എന്താ പറയുക, പണി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് നട്ട് ശൈലത്ത് ഇതുകൊണ്ട് കൊടുക്കുമ്പോൾ ഭയങ്കര എനിക്കെന്നെ ഒരു ഭയങ്കര ഇതാണ് കേട്ടോ. കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. കാരണം കുഴങ്ങി വരികയല്ലേ ഉണ്ടാവുക. അപ്പം ഇങ്ങനെ തണുത്ത ജ്യൂസൊക്കെ കൊടുക്കും. അപ്പം ഞാൻ എന്താ പറയുക, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അതായത് ഞാൻ കുടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞാലാണ് എനിക്ക് ഏറ്റവും ക്ഷീണം. അപ്പോൾ പിന്നെ എന്താ പറയുക, അതൊക്കെ ഒന്ന് കുടിച്ച് പിന്നെ ഒരു ചെറിയൊരു ഉറക്കവും പാസ്സാക്കി നമ്മൾ നേരെ എന്താ പറയുക, എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും അതായത് വീടുണ്ടാക്കുന്നിടത്തേക്ക് പോകാറുണ്ട്. പെരപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതേ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബേക്കറി എന്തൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ട്. അപ്പോൾ ഇത് ഉമ്മാക്ക് ഉമ്മ വർക്ക് ചെയ്യുന്നിടത്തെ സിസ്റ്റേഴ്സ് വാങ്ങിക്കൊടുത്താണ് കേട്ടോ, നഴ്സുമാർ. അപ്പോൾ അവർ ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്തതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. 5 ചുരിദാറും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എനിക്കത് കൊള്ളൂല, അത്രേ ഉള്ളൂ കേട്ടോ. കാരണം എപ്പോഴേലും കടം ചോദിക്കാനും കൂടി പറ്റില്ല, കൊള്ളാത്ത അവസ്ഥയാണ് കേട്ടോ. അടിപൊളി ചുരിദാറായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പാട്ട് എൻ്റെ എന്താ പറയുക, നൊസ്റ്റാൾജിക്കാണ് കേട്ടോ. കാരണം പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് കുറേ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.